ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോമറൺ. എൻ്റെ പേര് അനിത. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ സിംഗപ്പൂരാണ് താമസിക്കുന്നത്. സോ ഞങ്ങൾ ഇന്ന് സിംഗപ്പൂർ സൂ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ സിംഗപ്പൂർ സൂവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഉണ്ടായിരിക്കുക. ഞങ്ങളിവിടെ കത്തീവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. കത്തീവ് MRTയിൽ നിന്ന് സിംഗപ്പൂർ സൂവിലോട്ട് നമുക്ക് ഷട്ടിൽ സർവീസസ് അവൈലബിൾ ആണ്. വൺ വേ ട്രിപ്പിന് $2.5 ആണ് ചാർജ് ചെയ്യുന്നത്. കത്തീവ് ടു സൂ ഏകദേശം 10 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 15-20 മിനിറ്റിനുള്ളിൽ സിംഗപ്പൂർ സൂവിൽ എത്താനായിട്ട് പറ്റും. Mandai Rainforest Resort and Mandai Boardwalk. Please prepare to align. This will be the final stop. കേട്ടല്ലോ, ഇതേ നമ്മളങ്ങനെ സൂവിൽ എത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ സൂ എന്ന് പറയുന്നത് മാണ്ടായ് വൈൽഡ് ലൈഫ് റിസർവിൻ്റെ ഒരു പാർട്ടാണ്. അതായത് സിംഗപ്പൂർ സൂ, ബേർഡ്സ് പാരഡൈസ്, റിവർ വണ്ടേഴ്സ്, റെയിൻ ഫോറസ്റ്റ് ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ മാണ്ടായ് വൈൽഡ് ലൈഫ് റിസർവ്. ഇതിൽ ബേർഡ്സ് പാരഡൈസ് എന്ന് പറയുന്നത് ആദ്യം ജുറോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2023 അത് മാണ്ടായിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിന് അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് നമ്മുടെ കോവിഡൊക്കെ വന്ന് ആ ഷിഫ്റ്റിങ് ഡിലേ ആവുകയാണ് ചെയ്തത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. സോ സൂവിനകത്ത് കുറേ നടന്ന് കാണാനൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ട KFCയിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. സൂവിനകത്തും നമുക്ക് ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഇന്ത്യൻ കുസിൻസൊക്കെ കിട്ടുന്ന ഹോട്ടൽസ് സൂവിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സൂവിലോട്ട് കയറാനായിട്ട് പോയി. ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് റെസിഡൻറ്റ് കാറ്റഗറിയും മറ്റേത് നോൺ റെസിഡൻറ്റ് കാറ്റഗറിയും. ഇവിടെ PR ഉള്ളതോ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളാണ് റെസിഡൻറ്റ് കാറ്റഗറിയിൽ വരുന്നത്. അല്ലാത്തവരൊക്കെ നോൺ റെസിഡൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ സ്റ്റാഫും അവൈലബിൾ ആണ്. അതുകൂടാതെ മാണ്ടായ് വൈൽഡ് ലൈഫ് റിസർവിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റും അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇവരുടെ ഒരു ആപ്പും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമുക്ക് ടിക്കറ്റ്സ് പ്രീ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഡിഫറെൻറ്റ് ഷോസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളും അറിയാം. അതുപോലെ ഇവിടെ നമുക്ക് എനിമൽസിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അതിനും പ്രത്യേകം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഓരോ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകം എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് സൂവിൻ്റെ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബേർഡ്സ് പാർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഞങ്ങളിന്ന് സൂ മാത്രമാണ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെ സൂവിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സൂവിൻ്റെ ഒരു റൂട്ട് മാപ്പ് കാണും. ആ റൂട്ട് മാപ്പ് നോക്കി ഏകദേശം റൂട്ടൊക്കെ മനസ്സിലാക്കി നമുക്കിനി സൂ എക്സ്പ്ലോർ ചെയ്യാം. മാണ്ടായ് വൈൽഡ് ലൈഫ് റിസർവിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 126 ഹെക്ടറാണ്. ഈ ഏരിയയിൽ 1000 സ്പീഷീസിൽ പെടുന്ന 15,000-ഓളം എനിമൽസാണ് ഉള്ളത്. അതിൽ തന്നെ 16% എനിമൽസ് എന്ന് പറയുന്നത് ത്രെട്ടൻഡ് സ്പീഷീസിൽ പെടുന്നവയാണ്. എന്നാൽ മാണ്ടായ് സൂവിൻ്റെ ഏരിയ ഏകദേശം 69 ഏക്കറാണ് വരുന്നത്. ഈ സൂവിൽ മാത്രമായിട്ട് 300-ഓളം സ്പീഷീസിൽ പെടുന്ന 2500-ഓളം എനിമൽസാണ് ഉള്ളത്. നമ്മൾ ആദ്യം കാണാനായിട്ട് പോകുന്നത് കുറച്ച് മങ്കീസിനെയാണ്. ഈ മങ്കീസിൻ്റെ പേരാണ് പ്രൊബോസിസ് മങ്കീസ്. ഈ മങ്കീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നോസ് വളരെ നീണ്ട നോസാണ്. അതായത് ഇതിൽ മെയിൽ മങ്കീസിൻ്റെ മൂക്ക് എന്ന് പറയുന്നത് വളരെ നീണ്ടതായിരിക്കും. ഇവരുടെ മൂക്ക് എത്രത്തോളം നീണ്ടതാണോ അത്രത്തോളം ഇവർ ഫീമെയിൽ മങ്കീസിന് അട്രാക്റ്റഡ് ആയിരിക്കും. ഈ ഒരു അഡൽട്ട് മെയിൽ മങ്കീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു മെച്യൂർഡ് ഫീമെയിൽ മങ്കി എന്ന് പറയുന്നത് ഇവരുടെ ഹാഫ് ദ സൈസേ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ നോസും വളരെ ചെറുതായിരിക്കും. അങ്ങനെ നമ്മൾ മങ്കീസിനെ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഓട്ടേഴ്സിനാണ്. ഓട്ടേഴ്സ് ആർ റിയലി ഗുഡ് സ്വിമ്മേഴ്സ്. ഇവരെങ്ങനെ ഗുഡ് സ്വിമ്മേഴ്സ് ആക്കുന്നത് ഒന്ന് അവരുടെ നീണ്ട ശരീരവും പിന്നെ അവരുടെ വെബ്ഡ് ഫുട്ടുമാണ്. അതുപോലെ തന്നെ ഇവർ സ്വിം ചെയ്ത് കഴിഞ്ഞാലും ഇവരുടെ ശരീരം ഒരിക്കലും വെറ്റായിരിക്കില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇവരുടെ ശരീരത്തിൻ്റെ ടോപ്പ് ലെയർ ഓഫ് ഫർ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ള ലെയർ ഓഫ് ഫർ എന്ന് പറയുന്നത് ഇവരുടെ ബോഡി വാമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതിൽ നമ്മൾ ഓറാങ്കുട്ടൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഓറാങ്കുട്ടൻസ് ആർ ദ ക്ലോസ് റിലേറ്റീവ്സ് ഓഫ് ഹ്യൂമൻ. ഓറാങ്കുട്ടൻസിൻ്റെ DNA 97% ഹ്യൂമൻ DNA ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓറാങ്കുട്ടൻസ് ഹൈലി ഇൻ്റലിജൻ്റ് ആണ്. നമ്മൾ കാണുന്ന സമയത്ത് ഓറാങ്കുട്ടൻസ് ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓറാങ്കുട്ടൻസിന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഈ ട്രീസിനെ കണക്ട് ചെയ്തിട്ട് കുറേ വള്ളികളും അതുപോലെ തന്നെ കുറേ ഊഞ്ഞാൽ പോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലൊക്കെ കയറി കളിച്ചും മറിഞ്ഞും ഊഞ്ഞാലാടിയിട്ടൊക്കെ ഓറാങ്കുട്ടൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ കണ്ടത്.
നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, സിംഗപ്പൂർ സൂ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സൂ ആണ്. അതായത് ഇവിടെ അനിമൽസ് എല്ലാം ഓപ്പൺ സ്പേസിലാണ് ഉള്ളത്. എന്നാൽ ഇതൊരിക്കലും ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഒരു ഉപദ്രവം ഉണ്ടാവാത്ത രീതിയിൽ ഈ അനിമൽസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഓരോ അനിമൽസിനും ആ അനിമൽസിന് ആവശ്യമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ ഓറാങ്കുട്ടൻസിൻ്റെ കളികളൊക്കെ കണ്ടവിടെ നിന്നു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു പൈത്തനെ തൊടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് മാണ്ടായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈത്തനെ നേരിട്ട് തൊടാനായിട്ട് പറ്റും. അപ്പോൾ ഈ പൈത്തൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മളെ കൈയൊക്കെ നന്നായി സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ദേ കാണുന്ന പൈത്തനെ ഇങ്ങനെ തൊട്ട് നോക്കാവുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫീലിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈത്തനെ അങ്ങനെ തൊട്ട് നോക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പൈത്തനെയൊക്കെ തൊട്ട് നോക്കി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് പെൻഗ്വിൻസിനെ കാണാനാണ്. ഈ പെൻഗ്വിൻസ് എന്ന് പറഞ്ഞാൽ വളരെ ക്യൂട്ടാണല്ലേ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അവരുടെ കൂടൊക്കെ ക്ലീനാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ പെൻഗ്വിൻസ് അതൊക്കെ നോക്കി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബേർഡിൻ്റെ പേരാണ് പെലിക്കൻ. അതായത് നമ്മുടെ ഒരു കുറ്റിയുടെയൊക്കെ പോലുള്ള ഒരു ബേർഡ്, പക്ഷേ കുറ്റീനെയൊക്കെ കുറച്ചും കൂടി സൈസ് ഉണ്ട് തോന്നുന്നു. ഈ ബേർഡ്സിൻ്റെ പേരാണ് പെലിക്കൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പോകുന്ന ആ വഴിയിൽ തന്നെയാണ് കേട്ടോ. അതായത് ആ വാട്ടർ ബോട്ടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഫെൻസിങ് ഉണ്ട്. ആ ഫെൻസിങ്ങിൻ്റെ അവിടെയാണ് ഈ ബേർഡ്സ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ചേർന്നുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സൂല് വരാമെന്ന് വെച്ചാൽ സൂല് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന പോലത്തെ ട്രാമിൻ്റെ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ട്രാം അങ്ങനെ എല്ലായിടത്തും നിർത്തിയിട്ടൊന്നുമല്ല പോവുക. അപ്പോൾ നമുക്ക് എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് കാണണമെന്ന് വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോയത് റൈനോസേഴ്സിനെയാണ്. ഇത് സിംഗപ്പൂർ സൂവിലുള്ള റൈനോസേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈനോസേഴ്സ് ആണ്. വൈറ്റ് റൈനോസേഴ്സിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർത്തേൺ വൈറ്റ് റൈനോസേഴ്സും പിന്നെ ഒന്ന് സൗത്തേൺ വൈറ്റ് റൈനോസേഴ്സും. സിംഗപ്പൂർ സൂവിലുള്ളത് സൗത്തേൺ വൈറ്റ് റൈനോസേഴ്സ് ആണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് ആഫ്രിക്കൻ റീജിയനിലാണ്. സിംഗപ്പൂർ സൂവിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പോളാർ ബിയേഴ്സ് ആണ്. സിംഗപ്പൂർ സൂവിൽ 4 പോളാർ ബിയർ ആണ് ഉണ്ടായിരുന്നത്. നാനൂക്ക്, ഷെബ, ഇനൂക്ക ആൻഡ് അനാന. ഇതിൽ നാനൂക്ക് കാനഡയിൽ നിന്നും ഷെബ ജർമ്മനിയിൽ നിന്നും വന്ന പോളാർ ബിയേഴ്സ് ആയിരുന്നു. ഈ നാനൂക്കിൻ്റെയും ഷെബയുടെയും കുഞ്ഞാണ് ഇനൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള പോളാർ ബിയർ. അതുപോലെ തന്നെ അനാന എന്ന് പറയുന്നത് വേറൊരു ഫീമെയിൽ പോളാർ ബിയർ ആയിരുന്നു. ഈ ഇനൂക്കയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സിംഗപ്പൂർ സൂവിലാണ് ഈ ഇനൂക്ക ജനിക്കുന്നത്. അതായത് നാനൂക്കിൻ്റെയും ഷെബയുടെയും മകനായിട്ട് സിംഗപ്പൂർ സൂവിലാണ് ഇനൂക്ക എന്ന് പറഞ്ഞ പോളാർ ബിയർ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഓൺലി ട്രോപ്പിക്കൽ പോളാർ ബിയർ ആയിരുന്നു. അതായത് സാധാരണ പോളാർ ബിയേഴ്സ് പോളാർ റീജിയനിലാണ്, അല്ലെങ്കിൽ തണുത്ത റീജിയനിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു ക്ലൈമറ്റ് കൺട്രോൾഡ് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പോളാർ ബിയേഴ്സിന് സിംഗപ്പൂർ സൂവിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1990 ഇനൂക്ക സിംഗപ്പൂർ സൂവിൽ ജനിക്കുന്നത്. പിന്നീട് 2018 ഏപ്രിലാണ് ഇനൂക്ക മരിക്കുന്നത്. അതുവരെ അത് സിംഗപ്പൂർ സൂവിലാണ് ഉണ്ടായിരുന്നത്. ഇനൂക്കയുടെ മരണത്തിന് ശേഷം പിന്നീട് അവർ ആ പോളാർ ബിയറിൻ്റെ പ്രൊജക്റ്റ് പിന്നീട് കണ്ടിന്യൂ ചെയ്തില്ല. നമ്മൾ ഈ സിംഗപ്പൂർ സൂവിലോട്ട് കയറുമ്പോൾ തന്നെ റിമംബറൻസ് ഓഫ് ഇനൂക്ക എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും. അതിൽ ഇനൂക്കയുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്.
ഈ കണ്ടത് സൂവിൽ തന്നെയുള്ള ബേർഡ്സിൻ്റെ ഒരു ഏരിയയാണ്. അതൊരു ക്ലോസ്ഡ് ഏരിയയാണ്. അതായത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെയാണ് കാണുക. അതിന് ശേഷമാണ് നമ്മൾ ഈ പക്ഷികളുടെ ഏരിയയിലോട്ട് എത്തുന്നത്. അവിടെ ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ ഡെൻസ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കിളികളുടെയൊക്കെ സൗണ്ട്, അതുപോലെ തന്നെ വാട്ടറൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്കങ്ങനെ ഒരു കാടിൻ്റെ ഒരു വൈബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ആ കുരങ്ങന്മാരെയാണ്. അവരൊരു കുരങ്ങന്മാരുടെ ഒരു കുടുംബമാണ് തോന്നുന്നു. കുറേ കുരങ്ങന്മാർ, അച്ഛൻ കുരങ്ങന്മാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരവിടെ വികൃതിയൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് കാണാൻ വലിയ രസമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ആനേനെ കാണാനായിരുന്നു. നമ്മളൊരു മലയാളീസിന് അത്ര വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയൊന്നും ആയിരുന്നില്ല ഈ ആനേനെ കാണുക എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ആനകളെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കത് അത്ര വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയൊന്നും ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അവിടെ ആനകളുണ്ട്. അവരുടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് വെള്ളം കുടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ അവരെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളതാണ് ഐ ജ്യൂസ്. ഇത് വേറൊന്നുമല്ല, ഓറഞ്ച് ജ്യൂസാണ്. നമുക്കിവിടെ വെൻഡിങ് മെഷീനിൽ നിന്ന് ഷുഗറൊന്നും ഇടാത്ത ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഓപ്ഷനാണ്. നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ പകരമായിട്ട് നമുക്കിത് കുടിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ ഇതിന് $2 പുറത്തൊക്കെ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സൂവിനകത്ത് ഇതിന് $3 ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ഐ ജ്യൂസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് സ്പ്ലാഷ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അതൊരു സീലിൻ്റെ ഷോ ആണ്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 10:30 AM അതുപോലെ തന്നെ 5 PM ആണ്. നമ്മൾ കയറിയിരിക്കുന്നത് 5 PM ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഈ സീലിൻ്റെ പേരാണ് പെഡ്രോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷോയുടെ പേര് പറയുന്ന പോലെ തന്നെ സ്പ്ലാഷ് സഫാരിയാണ്. അതായത് ഇവിടെ വെള്ളമൊക്കെ സ്പ്ലാഷ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നമുക്ക് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ തന്നെ കാണാം, ഫ്രണ്ടിൽ 2-3 റോ ഒരു ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ റോയിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലോട്ട് വെള്ളം സ്പ്ലാഷ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരും. അതിനുശേഷമാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല രസമായിരുന്നു ഷോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 15-20 മിനിറ്റോളാണ് ഷോ ഉണ്ടായിരുന്നത്. ഈ ഷോയുടെ ശേഷം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സീലിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സൂ ഒക്കെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് മങ്കീസിനെയൊക്കെ കണ്ടു. അതുപോലെ തന്നെ പിന്നെ അവിടുന്ന് മങ്കീസിനെ കണ്ടു. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ഒരു ടൈഗറിനെ ആയിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. ഇവിടെ ഓരോ എനിമൽസിൻ്റെയും അടുത്ത് തന്നെ അതിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ 2-3 സ്വിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്വിച്ചസ് നമ്മൾ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ എനിമൽസിൻ്റെ സൗണ്ട് കിട്ടും. അതായത് ആ എനിമൽസിൻ്റെ മൂഡിനനുസരിച്ച് ഇപ്പോൾ ആ എനിമൽസിന് വിശക്കുന്ന സമയത്ത് അത് എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അത് അതിൻ്റെ പാർട്ട്ണറെ കാണുന്ന സമയത്ത് അത് എന്ത് സൗണ്ട് ഉണ്ടാക്കുക, അങ്ങനെ ഡിഫറെൻറ്റ് സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് സൂന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും ഏകദേശം 6 മണിയായിട്ടുണ്ടായിരുന്നു. സൂവിലോട്ടുള്ള ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 6 o'clock ആണ്. 7 o'clock വരെയാണ് സൂ ഉള്ളത്. പക്ഷേ ലാസ്റ്റ് എൻട്രി 6 o'clock ആണ്. 6 o'clock കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് സഫാരിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സൂവിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റുക. നൈറ്റ് സഫാരിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 6:30 to 12 ആണ്. നൈറ്റ് സഫാരിയുടെ ലാസ്റ്റ് എൻട്രി ടൈം എന്ന് പറയുന്നത് 11:15 PM ആണ്. സോ നമ്മൾ അങ്ങനെ സൂന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് നമ്മളൊരു ബ്രോഡ്വേ വാക്കിനാണ് പോയത്. ഒരു വാട്ടർ ബോഡി ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് നമുക്ക് നടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഞങ്ങളൊരു ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് പോയി. അതിനുശേഷം പിന്നീട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഷട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.